അഭിനന്ദ പിതാവേ, ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മില്ലി മോഹൻ, ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മോൺസിംഗോർ ജെൻസൺ പുത്തമേട്ടിലച്ച, ഇവിടെയായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ ഒരു കണക്കുകൂട്ടൽ പിഴച്ചു. അത് മറ്റൊന്നുമല്ല, അധ്യക്ഷ പ്രസംഗം അവസാനമാക്കുക എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെ വെട്ടി. പലരും ചിന്തിക്കും എന്തുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗം അവസാനമാക്കിയെന്നുള്ളത്. കാരണം ഞാൻ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഗവർണർമാരുടെയും ഇപ്പം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതൊക്കെയാണ്. അതിലെല്ലാം ഏറ്റവും അവസാനമാണ് അവർ VIPs പ്രസംഗിക്കുക. അപ്പം എൻ്റെ പ്രസംഗം ഏറ്റവും അവസാനമാക്കി VIP ആകാമല്ലോ എന്ന് കരുതി നിന്നിരുന്നത്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതോടുകൂടി ആ സ്ഥാനം പോയി. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, ഇവരെല്ലാം എന്നെ നിർബന്ധിച്ച് നേരത്തെ പ്രസംഗിക്കാൻ. ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഇന്നലെ കോഴിക്കോട്ടെ മൂവാറ്റുപുഴത്തെ പ്രോഗ്രാമിൽ ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം മറ്റുള്ളവരെ കേൾക്കാനുള്ള നല്ല അവസരമാണ്. അത് അതിമനോഹരമായിട്ട് അഭിനന്ദ പിതാവ് തുടങ്ങി ഇവിടെ ആയിരുന്ന എല്ലാവരും വളരെ നന്നായിട്ട് സംസാരിച്ചു. എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ആദരിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അത് അവസാനം നടന്ന കാര്യമായതുകൊണ്ട് അവരുടെ സംസാരം ഇവിടെ നടന്നുകൊണ്ട് അത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ കോട്ടയത്ത് ലുലുമാൾ തുടങ്ങിയ അവസരത്തിൽ അതിൻ്റെ കോട്ടയം രൂപതയുടെ വികാരി ഉണ്ടാളായിരുന്നുകൊണ്ട് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. രാവിലെ ഒരു 50 പേർക്ക് വേണ്ടി പ്രത്യേകം ശ്രീ യൂസഫ് അലി അവരെ കണ്ട് സംസാരിക്കുന്ന രീതിയിൽ ഞാനതിന് പോയിരുന്നു. അവിടെ ചില ദീപികയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു ഞാൻ അന്നേരം. ആ ദീപികയുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോഴും പിന്നീട് അദ്ദേഹത്തിൻ്റെ പൊതു മീറ്റിങ്ങിൽ വലിയ VIPs ഉള്ളവർ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ദീപിക 1996 ഞാൻ വർഷം ഓർത്തിരിക്കുകയാണ്, എനിക്ക് ചെറിയൊരു മെമൻറ്റോ നൽകി ആദരിച്ചത് എൻ്റെ അന്ന് ജീവിതത്തിലെ വലിയൊരു അഭിമാനവും സന്തോഷവുമായിരുന്നു. അപ്പം നമ്മൾ ഒരു വ്യക്തിയെ ആദരിക്കുകയും ആ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ഈ സമൂഹത്തിൽ അവർ ചെയ്യുന്ന വിശിഷ്ട സേവനങ്ങളെ ഉയർത്തിയെടുക്കുവാനും ഒരു തീക്കനലിനെ നമ്മൾ ഊതി കത്തിക്കുന്നത് പോലെ അവരെ വീണ്ടും പ്രജ്വലിപ്പിക്കുവാനും വളർത്തിയെടുക്കുവാനും വഴിയൊരുങ്ങും. ഡോക്ടർ CV ആനന്ദ് ബോസ് സാർ ദീപികയുടെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം എപ്പോഴും ദീപികയുടെ പ്രോഗ്രാമുകൾക്ക് വരാറുണ്ട്. 2 ആഴ്ച മുമ്പ് എറണാകുളത്ത് വെച്ചുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം ദീപിക ചിൽഡ്രൻസ് ലീഗിൻ്റെ, ദീപിക ബാലസഖ്യത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ആയിരുന്ന അവസരത്തിലാണ് ആദ്യമായിട്ടൊരു വേദിയിൽ പ്രസംഗിക്കാൻ കയറിയത്. എത്രയോ പേരെ വളർത്തിയെടുക്കുന്നതിൽ ദീപിക വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആദരവ് സ്വീകരിച്ച എല്ലാവരെയും, നിങ്ങളെ ഞാൻ പേരുകൾ എൻ്റെ കയ്യിലുണ്ട്, പറയാനിരുന്നതാണ്, പക്ഷെ പറയുന്നില്ല. ഇവിടെ ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞു, പ്രസന്റേഷൻ കണ്ടു. നിങ്ങൾ ഓരോരുത്തരെയും ദീപിക കുടുംബം അല്ല പൊതുസമൂഹം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, കരുതുന്നു. നല്ലൊരു കയ്യടിയോടെ അവർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ കൊടുക്കും. കാരണം നിങ്ങൾ നാടിൻ്റെ നാളത്തെ പ്രതീക്ഷയാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല, ഇവിടെ വിവിധ രൂപതകളും സന്യാസ സമൂഹങ്ങളും സ്ഥാപനങ്ങളും ചേർന്ന് പ്രതികൂലമായ പശ്ചാത്തലത്തിൽ ദീപികയെ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ വഴിയൊരുക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഏറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന KCBC ഇപ്പോഴത്തെ പ്രസിഡന്റും അതോടൊപ്പം കോഴിക്കോട് രൂപതയുടെ അതിരൂപതാധ്യക്ഷനുമായ അഭിനന്ദ ഗീവർഗീസ് ചക്കാലക്കൽ പിതാവ്, ബഹുമാനപ്പെട്ട മോൺസിംഗർ നെൽസൺ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇന്ന് വരേണ്ടതാണ്, പക്ഷെ വരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അതോടൊപ്പം ഇവിടെ മോൺസിംഗർ ജെൻസൺ അച്ഛൻ എഴുത്തിയിലുള്ള വലിയ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അച്ഛൻ്റെ ശബ്ദഗാംഭീര്യം ഞങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷിപ്പിച്ചു. അതോടൊപ്പം ഞാൻ കോഴിക്കോട് രൂപതയുടെ അഭിനന്ദ റമേജീസ് പിതാവ് എന്നിവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. സാങ്കേതിക കാരണങ്ങളെ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. ആ മലയോര മേഖലയിൽ നടന്നു പോകാനായിട്ട് കോഴിക്കോട് താമരശ്ശേരി രൂപം നൽകുന്ന വലിയ പിന്തുണ, അത് മറ്റെല്ലാ പ്രസ്ഥാനങ്ങളോടും ചേർന്ന് നൽകുന്ന വലിയ പിന്തുണ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. അതോടൊപ്പം എനിക്ക് സന്തോഷത്തോടെ ഓർക്കാനുള്ളത്, ഇവിടെ എല്ലാം DFCയുടെ കോർഡിനേറ്റർമാരായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർ, നമ്മുടെ കേട്ടതുപോലെ മനോഹരമായി ശ്രീ ജോർജ് വെട്ടുകുളം ദീപികയുടെ ആ വലിയ ആവശ്യകതയും അതിനെക്കുറിച്ചുള്ള പ്രചോദനവും നമുക്ക് പകർന്നു നൽകുകയുണ്ടായി. അതും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്നും ഈ സമൂഹത്തിൽ വലിയ സാക്ഷ്യം നൽകുന്ന ഒരു വലിയ കൂടിവരവുകളുടെ
അതിലൂടെ പോകാനായിട്ട് വഴിയൊരുക്കട്ടെ. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഷെറിനച്ചൻ എപ്പോഴും ഓർമ്മിക്കുകയും എന്നോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കാര്യമുണ്ട്. സന്യാസിനി സമൂഹങ്ങൾ നൽകുന്ന വലിയ പിന്തുണ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതര സ്ഥാപനങ്ങൾ നൽകുന്ന വലിയ പിന്തുണ, സന്യാസിനി സമൂഹങ്ങളുടെ വലിയ കരുതൽ എപ്പോഴും ദീപിക അനുഭവിച്ചിട്ടുണ്ട്. അതും ഞാൻ ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഒപ്പം എനിക്ക് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയുവാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഷെറിനച്ചനെ കുറിച്ചാണ്. ഷെറിനച്ചന്റെ പ്രവർത്തന ചൈതന്യം, അത് ചലനാത്മകത, അർപ്പണബോധം, അതോടൊപ്പം രാപകലില്ലാതെ അധ്വാനിക്കുകയും ഒരു സാധാരണ ആളിനോട് ചേർന്ന് അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയ പ്രവർത്തന ശൈലി, അത് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഈ ദീപികയുടെ കോഴിക്കോട് യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തമായ നേതൃത്വമാണ് എന്ന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയാൻ പറ്റും. കാരണം പ്രതിസന്ധിയുടെ കാലങ്ങളിൽ പതറാതെ മനോഹരമായിട്ട് മുൻപോട്ട് പോകാൻ ദൈവത്തിന്റെ വലിയ കയ്യൊപ്പ് ലഭിച്ച് ഷെറിനച്ചൻ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. കഠിനാധ്വാനം, പ്രയത്നം, ത്യാഗം, ഇവരൊക്കെ ദീപികയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇവർ പ്രവർത്തിക്കുന്നതിന് ആനുപാതികമായി ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ദീപികയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ കൂടി ഇവരുടെ അർപ്പണബോധത്തിനും സമർപ്പണത്തിനും ഒരു കുറവും വരുന്നില്ല എന്നുള്ളത് ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അവരെല്ലാം ഓർക്കുന്നു. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DFC ഇവിടെ നൽകുന്ന വലിയ പിന്തുണ, അതൊരു ടീം ലീഡർഷിപ്പിന്റെ വലിയ പിന്തുണയാണ്. അത് നൽകുന്നതിനെയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുന്നു. ഒപ്പം ദീപികയുടെ ഈ കാലഘട്ടത്തിലെ വലിയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ എല്ലാവരെയും ശ്രദ്ധിക്കുവാനായിട്ട് വഴിയൊരുങ്ങുക ദീപികയുടെ സോഷ്യൽ മീഡിയ ടീമാണ്. അവർ ദീപികയുടെ സ്റ്റാഫ് അംഗങ്ങളാണ്. നമ്മുടെ സൗകര്യാർത്ഥം മാനന്തവാടിയിൽ ആണ് ദീപികയുടെ ആ ഓഫീസ് പ്രവർത്തിക്കുക. ആ ഓഫീസ് കേന്ദ്രീകരിച്ച് 9 പേര് ദീപിക കുടുംബത്തിലുള്ളവർ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള 2 പേര് ഇന്നിവിടെ ഉണ്ട്, അനന്തവും അതോടൊപ്പം അപർണയും. അവരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള പല പ്രോഗ്രാമുകളിലൂടെ കണ്ടിട്ടുണ്ട്. ഇവർ 2 പേരാണ്. നട്ടല്ലാറ്റിനോട് എഴുന്നേറ്റ് നിന്നാൽ വലിയ സന്തോഷമായിരുന്നു. നല്ല കയ്യിലൂടെ അവരുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാം. അതായത് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ എവിടെയും എല്ലായിടത്തും അറിയപ്പെടുന്നത് ഇവരുടെ റീൽസിലൂടെയാണ്. അതോടൊപ്പം കോട്ടയത്ത് ഇപ്പോൾ സ്റ്റുഡിയോ പൂർത്തിയായി വരുന്നു. ദീപിക ആ ഒരു ലെവലിലേക്ക് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ദീപികയ്ക്ക് നൽകുന്ന വലിയ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം നമ്മുടെ വൈസ് പ്രസിഡന്റ് BP രാധാകൃഷ്ണ സാറുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ദീപികയെ വളരെ സ്നേഹിക്കുകയും മലയാളം വായിക്കില്ല എങ്കിൽ കൂടി മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. മഹാരാഷ്ട്ര ഗവർണറാണെന്നപ്പോൾ തൃശ്ശൂർ ദീപികയുടെ പ്രോഗ്രാമിന് അദ്ദേഹം വന്നിരുന്നു. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇന്ന് ദീപിക പത്രത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, യുവജനങ്ങൾ ഒരു പത്രമെങ്കിലും, ഏത് പത്രം അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ ഒരു പത്രമെങ്കിലും വായിച്ചിരിക്കണം. അത് നിലപാടുള്ള പത്രമായിരിക്കണം, സത്യത്തിന് വേണ്ടിയുള്ള പത്രമായിരിക്കണം. എന്നാൽ അദ്ദേഹം മീൻ ചെയ്തത് ദീപിക തന്നെയാണ്. ഒരു പത്രം ഇന്ന് വായിക്കുന്നത് കൂടി ഭാഷയിലുള്ള വലിയ പ്രാഗൽഭ്യം ലഭിക്കുന്നതോടൊപ്പം തന്നെ നിലപാടുകളും സമൂഹത്തിന്റെ ഗതിവിധികളും അറിയാൻ കഴിയും. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ ഓഫ് ചെയ്ത് വെക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. ഇവിടെ അഭിനയ തോമസ് ലെവനാൽ പിതാവുണ്ട്, ഈ മണ്ണിന്റെ മകൻ. അതോടൊപ്പം തന്നെ വളരെ തീഷ്ണതയോടുകൂടി മുംബൈയിൽ ലെല്യാൺ മേഖലയിൽ തീഷ്ണമായിട്ട് അജപാലന ശുശ്രൂഷ ചെയ്ത് മിഷണറി ചൈതന്യം നൽകിയാണ്. ഞാൻ പിതാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. പിതാവ് വളരെ ക്രിസ്പി ആയിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു. ഞാൻ പിതാവിനോട് പറഞ്ഞ കാര്യം പറയുന്നതിന് കുഴപ്പമില്ലെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ പിതാവ് തിരിച്ചു വന്നിരുന്നവൻ പറഞ്ഞു, പിതാവേ എനിക്ക് വളരെ സന്തോഷം തോന്നി, മറ്റൊന്നുമില്ല, സാധാരണഗതിയിൽ അനുഭവവും പ്രായവും കൂടും തോറും നീട്ടി പ്രസംഗിക്കാനാണ് പലർക്കും താല്പര്യം. പക്ഷെ പിതാവ് ചുരുക്കി പ്രസംഗിച്ചതിന് ഞാൻ പിതാവിനെ അഭിനന്ദിച്ചു. നമ്മുടെ പ്രോഗ്രാമുകളുടെ ഏറ്റവും വലിയ വിജയം സമയബന്ധിതമായി പൂർത്തിയാകുന്നത് കൊണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം പ്രസംഗിക്കാമെന്ന് കരുത്. ഇനി പെട്ടെന്ന് ഉപസംഹരിച്ച് സമയത്ത് പ്രശ്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദീപിക ഇവിടെ പറഞ്ഞതുപോലെ ദീപിക എന്തു പറയുന്നു എന്ന് ലോകം ശ്രദ്ധിക്കുന്ന കാലമാണ്. ദീപിക എന്തു പറയുന്നുവെന്ന് ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്ന കാലമാണ്. രാവിലെ മുഖപ്രസംഗം പോയാൽ അന്ന് ഏതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതിനെ ആശ്രയിച്ച് ഇറാനിൽ നിന്ന് ഇറാനിലേക്ക് മിസൈൽ ചെയ്യുന്നതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ വിവിധ ആളുകൾ സംഘം ചേർന്ന് വിളികൾ നടത്താറുണ്ട്. രാവിലെ ഞാൻ എല്ലാ ഫോൺ കോളും എടുക്കാറുമുണ്ട്. 6 മണി മുതൽ അങ്ങ് ഫോൺ കോൾ തുടങ്ങിയാൽ 9 മണി വരെയാണ്. ഇന്ന് ആർക്കാണ് മുഖപ്രസംഗത്തിൽ നമ്മൾ താങ്ങിയേക്കുന്നത്, അവരാണ് അന്ന് വിളിക്കുന്നത്. അത് വിളിക്കുന്നത് പ്ലാൻഡ് ആണ്. ഒരാൾ വിളിച്ചാൽ തൊട്ടടുത്ത് അടുത്തയാൾ വിളിക്കും.
അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് പ്രസംഗിച്ച് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. ഞങ്ങൾ ആരെയും വെറുതെ വിടാറില്ല, ദീപിക ആരെയും വെറുതെ വിടാറില്ല. അത് ദീപിക ഇന്ന് തുടങ്ങിയ കാര്യമല്ല. ഈ അടുത്ത കാലത്ത് പലരും പറയുകയുണ്ടായി, ഇത്രയേറെ രൂക്ഷമായിട്ട് നമ്മൾ വിമർശിച്ചാല് അല്ലെങ്കിൽ സത്യം തുറന്നു കാണിച്ചാല് ഭരണാധികാരികൾ ഇഷ്ടക്കേടുണ്ടായിട്ട് അത് ദീപികയ്ക്ക് തന്നെ ദോഷമായി വരില്ലേ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, ദീപികയുടെ ചരിത്രത്തിൽ ദീപികയ്ക്കെതിരെ ഒരു വലിയ നീക്കം അടിയന്തരാവസ്ഥ കാലത്തോടനുബന്ധിച്ച് ഉണ്ടായ പശ്ചാത്തലത്തിൽ ദീപിക എഡിറ്റോറിയലിന്റെ പേജ് ഫ്രീ ആയിട്ടിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ എഡിറ്റോറിയൽ പേജിന്റെ ആ ഭാഗത്ത് ഒന്നും പ്രസിദ്ധീകരിക്കാതെ കാലിയായിട്ട് അടിച്ചു വിട്ടു. അതിൽ കൂടുതൽ വലിയ സന്ദേശം ലോകത്തിന് കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ട് ആരെയും ഭയക്കുന്ന ശൈലി ദീപികയ്ക്കില്ല. അത് ഇക്കാലത്തുമില്ല, മുൻപുമില്ല. കാരണം ദീപിക തുടങ്ങുന്നതും ഈ കാലഘട്ടത്തിൽ ഈ ഓരോ കാലഘട്ടത്തിലും ഒരു സമൂഹത്തിൽ എന്താണോ അക്രമം, അനീതി, അല്ലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലെ പ്രശ്നങ്ങൾ, അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുമാനയുടെ മന്ത്രി ഉൾപ്പെടെയുള്ളവര് ഗവൺമെന്റിനെ ഉൾപ്പെടെ വന്യമൃഗത്തെക്കുറിച്ചും കാർഷിക മേഖലയെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അതെല്ലാം പ്രസംഗത്തിലൂടെ നിഴലിക്കുകയും അത് സ്വാഭാവികമായും ക്രിയാത്മകമായി വിമർശനമായി പൊതുസമൂഹം കാണുകയും ചെയ്യാം. അവിടെയാണ് നമ്മുടെ വ്യത്യസ്തമായ ശൈലിയിൽ ഈ ദീപിക ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെ മുഖമായിട്ട് നിലകൊള്ളുക. നിർഭയം സത്യസന്ധമായി ആനുകാലിക പ്രശ്നങ്ങളെ ആധികാരികമായിട്ട് പൊതുസമൂഹത്തെ അവതരിപ്പിക്കുവാനുള്ള ദീപികയ്ക്ക് കരുത്ത് പകരുവാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും പ്രോത്സാഹനവും അതോടൊപ്പം പിന്തുണയും ഉണ്ടാകണമെന്നും ദീപിക വായിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി അതിമനോഹരമായിട്ട് ഈ പ്രോഗ്രാം പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് 28-ാം തീയതിയാണ് ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററിനും തിരുവനന്തപുരത്ത് മീറ്റിംഗ് വന്നുകൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഇന്ന് വെച്ചാൽ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും വരാൻ തയ്യാറായതിനുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഷെർമച്ചനെയും ടീമംഗങ്ങളെയും DFC ടീമുകളെ ഉൾപ്പെടെ എല്ലാറ്റിനും ഉപരിയായിട്ട് ഈ പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരിച്ച സൈമനച്ചൻ, അതോടൊപ്പം കൊച്ചന്മാര്, കൈകാരന്മാര്, ഈ പള്ളിയിലെ ഭാരവാഹികൾ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.